ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേവലം ഒരു കമ്പനിയുടെ ചരിത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. ഗൂഗിളും ഫേസ്ബുക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഓരോ ഇന്ത്യക്കാരനും ഡിജിറ്റൽ ലോകത്തേക്ക് പിച്ചവെച്ച് നടന്നത് ഒരു കൈ പിടിച്ചായിരുന്നു. ആ കൈയുടെ പേരാണ് റെഡിഫ്. റെഡിഫ് എന്ന പേര് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നമ്മുടെ ആദ്യത്തെ ഇമെയിൽ ID പലപ്പോഴും ഒരു റെഡിഫ് ID ആയിരുന്നിരിക്കാം. ഇന്റർനെറ്റ് കഫേകളിൽ പോയി മണിക്കൂറുകൾ കാത്തിരുന്ന് ആ ചുവന്ന ലോഗോ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. 1990കളുടെ അവസാനം മുതൽ 2000ങ്ങളുടെ തുടക്കം വരെ ഇന്ത്യൻ ഇന്റർനെറ്റ് ലോകത്തെ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു റെഡിഫ്. 1990കളുടെ മധ്യം ഇന്ത്യയിൽ ഇന്റർനെറ്റ് എന്നത് കേവലം ഒരു കൗതുകം മാത്രമായിരുന്ന കാലം. VSNL ഡയലപ്പ് കണക്ഷനുകൾ വഴി വളരെ സാവധാനം മാത്രം പ്രവർത്തിച്ചിരുന്ന ഇന്റർനെറ്റ്. ആ കാലഘട്ടത്തിലാണ് അജിത് ബാലകൃഷ്ണൻ എന്ന മലയാളി തന്റെ പരസ്യ കമ്പനിയായ റെഡിഫ്യൂഷൻ നടത്തുന്നതിനിടയിൽ പുതിയൊരു സാധ്യത കാണുന്നത്. ലോകം മാറാൻ പോവുകയാണ്, ഡിജിറ്റൽ യുഗം വരാൻ പോവുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അജിത് ബാലകൃഷ്ണൻ എന്ന ദീർഘദർശിയായ മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച ആശയമായിരുന്നു റെഡിഫ് ഓൺ ദി നെറ്റ്. 1996 അദ്ദേഹം ഈ വെബ്സൈറ്റ് ആരംഭിച്ചു. അന്നത്തെ ഇന്ത്യയിൽ സ്വന്തമായി ഒരു വെബ്സൈറ്റ്, അതും വാർത്തകളും വിവരങ്ങളും എല്ലാം നൽകുന്ന ഒരു പോർട്ടൽ എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ അജിത് അതിന് ധൈര്യം കാണിച്ചു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നും ആഗോള നിലവാരത്തിലുള്ള ഒരു വെബ്സൈറ്റ്, അതായിരുന്നു റെഡിഫ്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ പോർട്ടലുകളിൽ ഒന്നായി റെഡിഫ് മാറി. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം തത്സമയ വിവരങ്ങൾ അറിയാൻ ആളുകൾ റെഡിഫിനെ ആശ്രയിക്കാൻ തുടങ്ങി. ക്രിക്കറ്റ് സ്കോറുകൾ അറിയാനും സിനിമാ വിശേഷങ്ങൾ വായിക്കാനും യുവാക്കൾ ഇന്റർനെറ്റ് കഫേകളിലേക്ക് ഓടി. റെഡിഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം കുറിക്കപ്പെടുന്നത് 2000-2001 കാലഘട്ടത്തിലാണ്. ലോകമെമ്പാടും .com ബൂം എന്ന പ്രതിഭാസം നടക്കുകയായിരുന്നു. ഇന്റർനെറ്റ് കമ്പനികളുടെ ഓഹരി വിലകൾ കുതിച്ചുയർന്ന കാലം. ഈ സമയത്താണ് റെഡിഫ് ഒരു ചരിത്ര നേട്ടം കൈവരിക്കുന്നത്. അമേരിക്കയിലെ ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഇന്റർനെറ്റ് കമ്പനികളിൽ ഒന്നായി റെഡിഫ് മാറി. ഇതൊരു ചെറിയ കാര്യമായിരുന്നില്ല. സിലിക്കൺ വാലിയിലെ വമ്പൻ കമ്പനികൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടു. ആഗോള നിക്ഷേപകർ റെഡിഫിൽ പണം മുടക്കാൻ മത്സരിച്ചു. അജിത് ബാലകൃഷ്ണൻ എന്ന സംരംഭകൻ ലോകശ്രദ്ധ നേടി. ഇന്ത്യക്കും സ്വന്തമായി ഡിജിറ്റൽ ഭീമന്മാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് റെഡിഫ് തെളിയിച്ചു. ഈ വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് 2001 റെഡിഫ് മറ്റൊരു സുപ്രധാന തീരുമാനമെടുക്കുന്നത്. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ ശബ്ദമായിരുന്ന ഇന്ത്യ എബ്രോഡ് എന്ന പത്രം അവർ ഏറ്റെടുത്തു. 1970 ഗോപാൽ രാജു ആരംഭിച്ച ഈ പത്രം അമേരിക്കൻ മലയാളികൾക്കും മറ്റ് ഇന്ത്യക്കാർക്കുമിടയിൽ വളരെ പ്രശസ്തമായിരുന്നു. റെഡിഫ് ഈ പത്രം വാങ്ങിയതോടെ ഓൺലൈൻ ലോകത്ത് മാത്രമല്ല, പ്രിന്റ് മീഡിയയിലും തങ്ങളുടെ സാന്നിധ്യം അവർ ഉറപ്പിച്ചു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇത് റെഡിഫിനെ സഹായിച്ചു. റെഡിഫ് വെറും ഒരു വാർത്താ സൈറ്റ് മാത്രമായിരുന്നില്ല. ഇന്ത്യക്കാരുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവർ ഇടപെട്ടു. അതിൽ ഏറ്റവും പ്രധാനം റെഡിഫ് മെയിൽ ആയിരുന്നു. ജിമെയിൽ വരുന്നതിന് മുൻപ് യാഹൂ മെയിലിനോടും ഹോട്ട് മെയിലിനോടും മത്സരിച്ച് നിന്ന ഒരേയൊരു ഇന്ത്യൻ ഇമെയിൽ സേവനം. ലൈറ്റ്നിങ് ഫാസ്റ്റ് എന്നായിരുന്നു അവരുടെ ടാഗ് ലൈൻ. ഇന്ത്യയിലെ വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷനുകളിൽ പോലും വേഗത്തിൽ തുറക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു റെഡിഫ് മെയിൽ രൂപകൽപ്പന ചെയ്തിരുന്നത്. അക്കാലത്ത് ജിമെയിൽ 1 GB സ്റ്റോറേജ് നൽകി വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ റെഡിഫ് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അൺലിമിറ്റഡ് സ്റ്റോറേജ് വാഗ്ദാനം ചെയ്ത് മത്സരിച്ചു. കോർപ്പറേറ്റ് ലോകത്തും റെഡിഫ് മെയിൽ പ്രോ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഇന്നും പല ചെറുകിട ബിസിനസ്സുകളും റെഡിഫ് മെയിൽ ഉപയോഗിക്കുന്നു എന്നത് അതിന്റെ വിശ്വാസ്യതയ്ക്ക് തെളിവാണ്. മറ്റൊന്ന് റെഡിഫ് ബോൾ ആയിരുന്നു. ഇന്നത്തെ വാട്സാപ്പിനും ഫേസ്ബുക്ക് മെസ്സഞ്ചറിനും ഒക്കെ മുൻഗാമിയായിരുന്ന ചാറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭാഷയിൽ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന, ക്രിക്കറ്റ് സ്കോറുകൾ തത്സമയം അറിയാൻ കഴിയുന്ന ഒരു മെസ്സഞ്ചർ. സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും വൈകുന്നേരങ്ങളിൽ റെഡിഫ് ബോളിൽ സമയം ചെലവഴിച്ചു. കൂടാതെ റെഡിഫ് ഷോപ്പിംഗ് ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് രംഗത്തെ ആദ്യകാല പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു. ആമസോണും ഫ്ലിപ്കാർട്ടും വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പുസ്തകങ്ങളും ഗാഡ്ജറ്റുകളും ഓൺലൈനായി വാങ്ങാൻ റെഡിഫ് അവസരമൊരുക്കി. ഇന്ത്യക്കാർക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പരിചയപ്പെടുത്തിയത് ഒരു പരിധിവരെ റെഡിഫ് ആയിരുന്നു എന്ന് പറയാം. എന്നാൽ മാറ്റം അനിവാര്യമാണ്. 2000ങ്ങളുടെ പകുതിയോടെ ഇന്റർനെറ്റ് ലോകം അതിവേഗം മാറാൻ തുടങ്ങി. ഗൂഗിൾ എന്ന ഭീമൻ ഉണർന്നു. അവരുടെ സെർച്ച് എഞ്ചിനും ജിമെയിലും ലോകം മുഴുവൻ കീഴടക്കി. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഓർക്കുട്ട് തകർന്നടിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് ആ സ്ഥാനം കൈയടക്കി. ഇവിടെയാണ് റെഡിഫിന് പിഴച്ചത്. ആഗോള ഭീമന്മാരുമായി മത്സരിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയോ മൂലധനമോ അവർക്കുണ്ടായിരുന്നില്ല. സ്മാർട്ട് ഫോൺ വിപ്ലവം വന്നപ്പോൾ റെഡിഫ് അതിനൊപ്പം ഓടിയെത്താൻ വൈകി. ആളുകൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളിലേക്ക് മാറി. വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും യുവാക്കളുടെ ഹരമായി മാറി. റെഡിഫ് മെയിൽ പഴയതായിരുന്നു. റെഡിഫ് ബോൾ ആരും ഉപയോഗിക്കാതെയായി. വാർത്തകൾക്ക് വേണ്ടി പുതിയ ആപ്പുകൾ വന്നു. പരസ്യ വരുമാനം ഗണ്യമായി കുറഞ്ഞു. ഗൂഗിളും ഫേസ്ബുക്കും ഓൺലൈൻ പരസ്യ വിപണി അടക്കി വാണു. റെഡിഫിനെ പോലെയുള്ള പോർട്ടലുകൾ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. നാസ്ഡാക്കിലെ അവരുടെ ഓഹരി വില ഇടിയാൻ തുടങ്ങി. ഒരു കാലത്ത് കോടികൾ വിലമതിച്ചിരുന്ന കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. റെഡിഫിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യ എബ്രോഡ് പത്രത്തിന്റെ വിധി.
2001 വലിയ പ്രതീക്ഷയോടെ വാങ്ങിയ ഈ പത്രം 2016 റെഡിഫ് വിറ്റു. 8K മൈൽസ് മീഡിയ എന്ന കമ്പനിക്കാണ് അവർ അത് കൈമാറിയത്. വായനക്കാരുടെ എണ്ണം കുറഞ്ഞതും പരസ്യ വരുമാനം നിലച്ചതുമായിരുന്നു കാരണം. ഒടുവിൽ 2020 മാർച്ചിൽ 50 വർഷത്തെ ചരിത്രമുള്ള ആ പത്രം എന്നേക്കുമായി അച്ചടി നിർത്തി. കൊറോണ വൈറസ് പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിന് കാരണമായി. റെഡിഫിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടി അങ്ങനെ കൊടിഞ്ഞുപോയി. വർഷങ്ങളായി സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന പഴയ പ്രതാപത്തിന്റെ നിഴലിൽ മാത്രം ജീവിച്ചിരുന്ന റെഡിഫിനെ തേടി 2024 ഒരു വലിയ വാർത്തയെത്തി. ഇൻഫിബീം അവന്യൂസ് എന്ന ഫിൻടെക് കമ്പനി റെഡിഫിനെ ഏറ്റെടുക്കുന്നു എന്ന വാർത്ത. 2024 ഓഗസ്റ്റിലാണ് ഈ ഏറ്റെടുക്കൽ നടന്നത്. ഏകദേശം 54% ഓഹരികൾ ഇൻഫിബീം സ്വന്തമാക്കി. ഇതോടെ റെഡിഫിന്റെ നിയന്ത്രണം അജിത് ബാലകൃഷ്ണനിൽ നിന്ന് ഇൻഫിബീം സ്ഥാപകൻ വിശാൽ മേത്തയിലേക്ക് മാറി. 28 വർഷത്തോളം റെഡിഫിനെ നയിച്ച അജിത് ബാലകൃഷ്ണൻ പടിയിറങ്ങി. എന്തുകൊണ്ടാണ് ഇൻഫിബീം റെഡിഫിനെ വാങ്ങിയത്? ഉത്തരം ലളിതമാണ്: ഡാറ്റയും ഉപഭോക്താക്കളും. റെഡിഫിന് ഇന്നും ദശലക്ഷക്കണക്കിന് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുണ്ട്. അവരുടെ ഇമെയിൽ സേവനം ഉപയോഗിക്കുന്നവർ, വാർത്തകൾ വായിക്കുന്നവർ. ഈ വലിയൊരു ജനസഞ്ചയത്തിലേക്ക് തങ്ങളുടെ സാമ്പത്തിക സേവനങ്ങൾ, ലോണുകൾ, ഇൻഷുറൻസ് എന്നിവ എത്തിക്കുക എന്നതായിരുന്നു ഇൻഫിബീമിന്റെ ലക്ഷ്യം. അതായത് റെഡിഫ് ഇനി വെറും ഒരു വാർത്താ പോർട്ടൽ ആയിരിക്കില്ല, മറിച്ച് വാർത്തകളും സാമ്പത്തിക സേവനങ്ങളും കൂടിച്ചേർന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമായി മാറും. റെഡിഫിന്റെ ചരിത്രം ഒരു പാഠപുസ്തകമാണ്. എങ്ങനെ ഉയരങ്ങളിൽ എത്താമെന്നും കാലത്തിനൊത്ത് മാറിയില്ലെങ്കിൽ എങ്ങനെ വീണു പോകാമെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു. 1996 ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങി നാസ്ഡാക്കിൽ വരെ എത്തി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ റെഡിഫ് ഇടക്കാലത്ത് ഒന്ന് കാലിടറിയെങ്കിലും ഇന്നും അത് മരിച്ചിട്ടില്ല. ഇൻഫിബീമിന്റെ കൈകളിൽ റെഡിഫ് സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതിയ സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെയായി റെഡിഫ് വീണ്ടും കരുത്താർജിക്കട്ടെ. നമ്മുടെ പഴയ ഇമെയിൽ ഇൻബോക്സുകളിൽ ഇന്നും മായാതെ കിടക്കുന്ന ആ ഓർമ്മകൾ പോലെ റെഡിഫ് ഇന്ത്യൻ ഡിജിറ്റൽ ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ.